വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിപ്പം ഒരു കാർ ബൂട്ട് സെയിൽ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട്, അതായത് UK വന്നിട്ട് കുറേ ഇതുവരെ കേക്ക് എന്നല്ലാതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഉള്ളത് റുഗ്ബിയിലാണ്. അപ്പോൾ റുഗ്ബീൻ്റെ അടുത്ത് എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക്, അതായത് അടുത്ത് നടക്കുന്നവരെ നമ്മൾ ഫ്രീ ആവില്ല, നമ്മൾ ഫ്രീ ആവുന്നവരെ അടുത്തുണ്ടാവില്ല, അങ്ങനെയാണ്. ഇനിയിപ്പം ഈ കാർ ബൂട്ട് സെയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കാർ ബൂട്ട് സെയിൽ നടക്കുന്നത്. പ്ലേ ഗ്രൗണ്ട് ആണ്. അത് ടർഫ് മാതിരിയാന്ന് തോന്നുന്നു, എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അങ്ങോട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത്. ഇതുപോലെ ശരിയാണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു വീട്ടിലേക്കുള്ള എവറിത്തിങ്, ഈവൻ ഡ്രസ്, ഫർണിച്ചേഴ്സ്, എവറിത്തിങ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്താണ് അവിടെ ഉള്ളത്, അവിടെ എന്തൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ കേട്ട മാതിരി ആണോ അവിടെ നടക്കുന്നത് എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മളിന്നിപ്പം ഈ വീഡിയോയിൽ വരുന്നത് നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ വിഷ്വൽസും അതേമാതിരി തന്നെ നമ്മൾ അവിടെ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെയാണ് നിങ്ങളിപ്പം ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ പോകുന്നത്. ഫൈനലി നമ്മൾ ഇതേ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ഈ കാണുന്ന കാറിൽ ഇത് മൊത്തം ഇവിടെ സെയിലാണ് നടക്കുന്നത്. കാറല്ല സെയിൽ നടക്കുന്നത്, നമുക്ക് ഇവിടേക്ക് വേണ്ട കുറേ സാധനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ നമുക്കിനിപ്പോൾ 1 by 1 ആയിട്ട് ഓരോന്ന് ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം ഇവിടെ എന്തൊക്കെ കാണാനുണ്ടോയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഫസ്റ്റ് ടോയ്സിൻ്റെ ഇതിലാണ് എത്തിയത്. അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് എൻട്രിക്ക് ഒരു അഡൽസിന് £1 വെച്ചിട്ട് 2 ആൾക്ക് £2 ഫീസ് ഉണ്ട് കേട്ടോ. അതെല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെ ഉണ്ട്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ടെഡി ബിയർ, കാസറ്റുകൾ, ടിഷ്യൂ, ബ്ലാങ്കറ്റ്. £10 £10 ഈ ബ്ലാങ്കറ്റിൻ്റെ വില. കിഡ്സിനെ കൊണ്ട് ബുദ്ധിമുട്ട് ആവാതെക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കളിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ഈ റോളിന് ഒരു പാക്ക് മൊത്തമായിട്ട് £10, £6 £10 എന്നൊക്കെയാണ് പറയുന്നത്. സ്നാക്സ്, കെച്ചപ്പ്, ബിസ്ക്കറ്റ്. എടാ മറ്റേ അത് വേണോ നമുക്ക്? ചെറിയ ബാഗ്, കുഴപ്പമില്ലല്ലോ. ഒരു ഗിറ്റാർ ഗൈസ്, വർക്ക് ചെയ്യുന്നല്ല, ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. ഇതെന്താണാവോ സാധനം? ഫുള്ള് കാസ്റ്റിൻ്റെ ഒരു കളിയാണ്. ക്ലോത്ത്, പ്ലേ സ്റ്റേഷൻ ഗൈസ്. പിന്നെ എനിക്ക് ഈ പ്ലേ സ്റ്റേഷൻ വേണോ? കിച്ചണിലേക്കുള്ള സാധനങ്ങൾ ഗൈസ്. മാൻകൊമ്പ് £25, £25 എപ്പോഴും പറഞ്ഞു. ഗൈസ്, ഇവിടെ ഒരു ആൻറ്റിക്ക് സാധനം കണ്ട, അതിന് £5 വരുന്നത്. ഒരു ക്ലോക്കാണത്, പണ്ടത്തെ മോഡൽ. കുഴപ്പമില്ലല്ലേ? അത് ഞാൻ വീട്ടിലെത്തിരി ചെയ്തോളാം. ഗൈസ്, കിഡ്സിൻ്റെ കുറേ സാധനങ്ങളുണ്ട്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി. പണ്ടത്തെ കാറുകൾ, ഒരു £1 കാറാണ് ഗൈസ്. നാട്ടില് കിട്ടുന്നത് അങ്ങനെ മുന്നോട്ട് വെച്ച ബാക്കോട്ട് പോകാം. ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. തുമ്പിക്ക് എന്തെങ്കിലും ടോയ്സ് ആണോ? പിന്നെ ഇവിടെ കുറെ ഡ്രസ്സ് കിടക്കുന്നുണ്ട്. ഇവിടെ കുറെ ബാംഗിൾസ്,
ബാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ പ്ലാന്റുകൾ എനക്കല്ല വേണ്ടത്, നല്ലോണം തൊയ്യുന്നത്. തക്കാളി തൈ കുറച്ച് ബുക്സ് കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ കയ്യത്തെല്ലാം പോയിട്ടുണ്ട്. കൈസ് എന്തേ ബുക്ക് വേണം എനിക്ക് പഠിക്കാൻ? ഒരു ആശ്രയ വാങ്ങണോ? വേണ്ടല്ലേ, അതിനുമ്പോൾ ആരെ സുഖത്തിരിക്കുന്നില്ലേ? അത് കണ്ടപ്പോൾ നൈസായി ഉണ്ട്. ഇവിടെ കുറേ ചപ്പല്, ഫോണിൻ്റെ സ്റ്റാൻഡ്, ഒന്നിന് വെറൈറ്റി ഏതാ സാധനം എന്തിനാടത്? വെറുതെ എമ്പ് കണ്ടങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടി കളിക്കാന്ന്. ഇവിടെ കിടന്നുറങ്ങാൻ സമയം കിട്ടില്ല. ഗിറ്റാർ അല്ല, ഗിറ്റാർ അത് അപ്പുറത്ത്. യൂക്കലല്ല. ആ ഇവിടെ കുറെ ഇതൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാണ് തോന്നുന്നുണ്ട്. ഉപയോഗിച്ചതാണ്, 90% ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇവിടെ ഫുള്ള് എന്താ പറയാ, ഈ ഇതിന്റെ ഐറ്റംസ്, ഗാർഡൻ ഐറ്റംസ്, കട്ടിങ്, വയറ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനുണ്ട് ഐറ്റംസ്. നൈസായിട്ടുണ്ട് ഇത്. ഇതൊന്നും കണ്ടടാ, മറ്റേ സാധനം കൊളത്തുന്ന സാധനം വാങ്ങണോ? 5 കാർഗോ കാർഗോന്റെ അല്ല. ഇതെന്താ വെച്ചാൽ ഒന്നായിട്ട് സാധനം ഇട്ടിട്ട് ഇതിന്റെ എല്ലായിടും ഓരോ കുളത്തുണ്ടോ, ആ കൊളത്തി പോവുക. നല്ല പരിഹാരങ്ങളൊക്കെ എന്താ വാങ്ങുന്നത്? ഞാൻ പറഞ്ഞ ചെയർ, പക്ഷെ ഇതിന്റെ റേറ്റ് എത്താന്നില്ല. ചെയർ ഉണ്ട് ഇവിടെ. ഇപ്പം ഏതാ കീബോർഡ് വെക്കുന്ന സ്റ്റാൻഡ്, ഗിറ്റാറിന്റെ സ്റ്റാൻഡ്. നാട്ടിൽ കോഴിക്കോട് ബീച്ചിൽ പോകുന്ന സ്ഥിരം കാണുന്നൊരു കാഴ്ച ഈ സാധനം LED ലൈറ്റിന്റെ. പക്ഷെ നാട്ടിലതിനകത്ത് 100 രൂപ ഇത് മേടിച്ചിട്ട് 150 രൂപയ്ക്കത്തെ മേടിച്ച്. കട്ടിങ്, ജാക്കറ്റ്, ബോക്സ്. ജാക്കറ്റ്, ലാപ്ടോപ്പ് ബാഗ് ആണോ? എന്തിനാ? ആ ഇവിടെ ചെയർ 1 രൂപ. അല്ല, ചെയറിനല്ല, നിലത്ത് കിടക്കുന്ന ടോയ്സിനാണ് 1 രൂപ. ആ ഒരു മിനിറ്റ്, ഒന്നും കൊണ്ടുപോവാ, 1 ഇഞ്ച്. ഫുഡ് വെയറും ഉണ്ട് കൈസ് ഇവിടെ. ഇത് യൂസ്ഡ് ആണെന്ന് യൂസ്ഡ് ആണ്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂസ് ചെയ്തിട്ടും ഇത് ആൾക്കാർ ഇവിടുന്ന് പിന്നെ എന്തിനത് വാങ്ങുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഒരുപാട് ആൾക്കാർ ഒന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ, വേറെ വിഷയം. ഇവിടുന്ന് കുറേ ഡ്രസ്സുകൾ, വെറൈറ്റി സാധനം കേട്ടോ. ഞാൻ ചോദിച്ചു സ്പ്രേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. വെറൈറ്റി ആയിട്ടത്. കുറെ സ്റ്റാർസ് അല്ല, ഇതിനെന്താ പറയാ, മറ്റേ ബാഡ്ജ് പണ്ടത്തെ ക്യാമറ. എന്താ കാലത്ത് പഴയ സാധനം. സെറ്റപ്പ്. ഇതാ പുതിയ കുറച്ച് കാറുകളുണ്ട്, പുതിയതായിട്ടുള്ള കുറച്ച് കാറുകൾ. സോണിന്റെ സ്പീക്കറൊക്കെ ഇവിടെ. ഇതിപ്പോ തനി നാട്ടിലത്തെ മറ്റേ എന്താ പറയുക, കോഴിക്കോടുള്ള മുട്ടായി തെരുവ് മോഡൽ ഇവിടെ ഇല്ല, എന്നാലും പറയാ. ടൂൾസ്
TV, പാനസോണിക്കിൻ്റെ ഇതൊക്കെ വാങ്ങാൻ ഇവിടെ ആൾക്കാരുണ്ട്. കപ്പും സോസറും വെറൈറ്റി. എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താണെന്നല്ലോ, ബീച്ചിലിരിക്കാൻ അടുത്തത് ഫ്രഷും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ കുറെ ബാഡ്ജ് ഡ്രസ്സിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന ചെരുപ്പിന്റെ മുകളിൽ വെക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഡ്രസ്സിന്റെ മുകളിൽ വെക്കുന്ന സാധനമാണെന്ന് ചോദിച്ചിട്ട്, മറ്റേ ബാഡ്ജ് ഉണ്ടല്ലോ അതാന്ന് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെയോ ചെടിയൊക്കെ ഹാൻഡ് ബാഗ്, ചെടി കുഴിച്ചിടുന്ന സാധനമാണ്. ഇവിടുത്തെ ചെടികള്, ഇൻഡോർ പ്ലാന്റ്, പാണ്ടയാ പണ്ടത്തെ ലൈറ്റുകൾ. പണ്ടത്തെ ഏതൊരു കോട്ടയാന്ന് തോന്നുന്നുണ്ട്. പണ്ടത്തെ ഒരു കോട്ട, ചൂണ്ടിടുന്നതാ. കൃഷിക്കായി ചൂണ്ടടിച്ചു കൊടുത്താലും. പിന്നെ അതെ ടൂൾസ്, കണ്ടമാൻ ടൂൾസ് ഉണ്ട്. ഹാൻഡ് കട്ടർ, ഗാർഡനിലൊക്കെ പണിയെടുക്കുന്ന സാധനങ്ങൾ. ചെറിയ കുട്ടികളുടെ ഡ്രസ്സ്, സൈക്കിളിന് ഇടുന്ന ഹെൽമെറ്റ്, ക്യാമറ ഒക്കെ വെറൈറ്റി. കീബോർഡ്, ഇത് വീട്ടിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. കഴിഞ്ഞോ ടേബിൾ ഇടുന്ന ക്ലോത്ത്, ഷാമ്പു, ചെരുപ്പ്, ഇവിടെ ക്ലോത്ത്, കണ്ടമാന സാധനങ്ങളുടെ കേസ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ടൂറിസ്റ്റ് എനിക്ക് വൈബ്സ് It doesn't look like it's been used much, does it? Yes, no, it's not. No, God, no, it's not. ഇവരുടെ അതിൽ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. ഫുള്ള് കുട്ടികളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിടത്തോളം, കണക്കെടുത്തോളം അധികം കുട്ടികളുള്ളതാണ്. ഇവിടുത്തെ ഫുള്ള് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ. സ്പീക്കറൊക്കെ ആയിട്ട് ഹെവി പൊളി. കളിക്കുന്ന കുറെ ചെറിയ ചെറിയ സാധനങ്ങൾ, ചെസ് ബോർഡ്, ക്യാപ്പുകള്. കിരീടം വേണോ വാങ്ങിക്കും. ഫുള്ളുള്ളത് മൊത്തം മറ്റെന്താ പറയുക, ഈ യൂസ്ഡ് ഐറ്റംസാണ്. പക്ഷെ ഇതൊക്കെ വാങ്ങുന്നുണ്ട് ആൾക്കാർ. രണ്ട് സൈഡിലും കണ്ടമാനം എന്തൊക്കെയോ ഉണ്ട്. എൻ്റെ ഏത് ഭാഗത്തേക്കാണ് നോക്കണ്ടേന്നാണ്. ചെക്ക്
കുഞ്ഞൊരു ഭാഗത്തൂടെ പോകുന്നുണ്ട്, ഞാനൊരു ഭാഗത്തൂടെ പോകുന്നുണ്ട്. സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ സെയിൽ വന്നിട്ടുള്ള ആൾക്കാരെ വണ്ടികൾ നോക്കേണ്ടി ഫുള്ള് ഹെവി വണ്ടികളുണ്ട് ഗൈസ്. കാറുകൾ, കളക്ഷൻ. കാറിന്റെ ഒക്കെ കളക്ഷൻ ഇങ്ങനെ മിനിയേച്ചർ വേഷനൊക്കെ വെക്കുന്ന ആൾക്കാരില്ല, പറ്റിയ സ്ഥലമാണ് അല്ലേ? സത്യം. എല്ലാ സാധനവും എല്ലാം കാറിന്റെ കണ്ടമാനം കളക്ഷൻസ്. നമ്മൾ പഴയ പടത്തിലൊക്കെ കാണുന്ന ഏറ്റാല് വീൽസ് ഓൺ ദ ബസ് അത് തുമ്പിനെ കളിപ്പിച്ചിട്ടായി. അടുത്ത കാർ, ഈ 2 കാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു വില ചോദിച്ചോ എത്ര രൂപയാണ്. മരിച്ച ആൾക്കാരെ കൊണ്ടുപോകുന്നല്ലേ, കുറച്ച് പോഷ് കാറാണത്. ഇപ്പോൾ ഇവിടെ കാർ ബോർഡ് സെയിൽ വന്നിട്ട് കുഞ്ഞിക്ക് മേടിച്ചെന്നൊരു ജീപ്പാണ്. ജീപ്പല്ലൊരു വാനാണ്, പഴയ മോഡൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? നൈസല്ലേ? അതായത് കേസ് ഇവിടെ മൊത്തം ഇത് തന്നെയാണുള്ളത്, മൊത്തമായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയെടുക്കാം. ആവശ്യമുള്ള സെക്കൻഡ്സ് സാധനമുണ്ട്, ഫ്രഷ് സാധനമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങളിപ്പോൾ ഒരു കാറ് മേടിച്ചു. ഈ കാറിന് 2 പൗണ്ടാണ് ഉള്ളത്. നാട്ടിൽ ഏകദേശം ഒരു 200 റുപ്യ, 200-200 ചില്ലറ അത്രയുണ്ട് ഈ കാറിന് വില. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ കുറച്ച് കാറ് മേടിച്ചത് ഇതിനെക്കാട്ടും വില കൂട്ടിയിട്ടാണ്. ഫുള്ള് നൈസായിട്ട് ഗൈസ്. കുട്ടികൾ കളിക്കാൻ വേണ്ടി കണ്ടമാന സാധനം. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ള ഫുള്ള് കുട്ടികളെ പറ്റിക്കുന്ന സാധനങ്ങൾ ഇറക്കുന്നത്. £5 ഞാൻ ടെൻറ്റ്. ഇവിടെ കുറച്ചും കൂടെ വലിയ കാറുകളുണ്ടല്ലോ. ഇതാണ് നമ്മൾ 5 നേരത്തെ കുഞ്ഞു നേരത്തെ പറഞ്ഞേക്ക് ഇറങ്ങി നേച്ചറിൻ്റെ കളക്ഷൻ വരുന്നത്. നൈസായിട്ട് ഫുള്ള് വണ്ടികളൊക്കെ. ഞാൻ തിരഞ്ഞോക്കട്ടെ ഏതെങ്കിലും പാകളിൽ കിട്ടുന്നുണ്ടോന്ന്. പൊടി പിടിച്ചു വില കൂടുതൽ. 2 രൂപയ്ക്ക്, അത് 5 രൂപയ്ക്ക് അവിടെ പറഞ്ഞു. അവിടെ 2 രൂപ ഉണ്ടായിട്ടുള്ളൂ. ഇത് പിന്നെ തിരഞ്ഞെടുക്കണം ഗൈസ്. ഗൈസ് അങ്ങനെ തിണ്ടി ഞങ്ങൾ അറിയും. ഞങ്ങളിപ്പോൾ വന്നത് ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്ന മാതിരി ഇഷ്ടപ്പെടാത്ത അറിയോ? കാരണം എല്ലാം സെക്കൻഡ്, പിന്നെ എല്ലാം പൊടി പിടിച്ച. അതാ എനിക്ക് മനസ്സിലായത്. ഇവിടെയുള്ള ഈ സെക്കൻഡ് സാധനങ്ങൾ, ഈ പൊടി പിടിച്ച സാധനങ്ങളൊക്കെ അത് എടുക്കാൻ ഇവിടെ ഇവര് റെഡിയാണ്, ഇവിടെ ഉള്ള ആൾക്കാർ. നമ്മളിപ്പോ ഉള്ളത്, അതായത് ഇന്ത്യൻസിനെ ഇവിടെ കാണുന്നത് കുറവാണ്. ഒന്നാമത്തത് നമ്മള് മാത്രമേ അല്ല, വന്നിട്ടുണ്ടോ ആൾക്കാർ? ഒരാള് ഏഷ്യൻസിനെ ഞാൻ കണ്ടില്ല. ഏഷ്യൻസ് ഉണ്ട് ഇവിടെ, പക്ഷെ എന്താ ചെമ്പിള ആൾക്കാർ ഇത് കണ്ടുപോകാന്നല്ലാതെ വാങ്ങുന്നത് കുറവാണ്. പിന്നെ അത്രയും റയർ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഇമ്പളമായിട്ട് അങ്ങനത്തെ ഏതാ പ്രാന്തന്മാര് വരണം ഈ കാറും ജീപ്പൊക്കെ നോക്കിയിട്ട്, എന്നാ പിന്നെ വാങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. അവരത് വാങ്ങി റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ടോയ്സ് ഒക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ട് പേര്. ഇത് കണ്ടില്ല ഗൈസ്, ഇവിടുത്തെ ഈ തിരക്ക് കാണാൻ ഏകദേശം ഇവിടെ എത്ര തിരക്കുണ്ട്. ഇത് കാണാനാണ് ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ വാങ്ങുന്നുണ്ട് സാധനങ്ങളൊക്കെ, നമ്മളെ വാങ്ങാത്തത്. അങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടുന്ന് ഇപ്പം കാർബോർഡ് സെയിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിൽ നോക്കുകയാണ്.
അത് മാത്രമല്ല ഇത് കുറച്ച് ചെറുതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ റുബിയിലാണുള്ളത്. അത് റുബി എന്ന് പറയുന്നത് അത്ര വലിയ സിറ്റി ഒന്നുമല്ല. അപ്പം അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തായി വെച്ച് നടത്തുന്നതുകൊണ്ട് നമ്മൾ ഒന്നൊന്ന് കണ്ടു നോക്കിയതാണ് എന്താണ് കാർ സെയിൽ എന്നുള്ളത്, കാർ ബൂട്ട് സെയിൽ എന്ന് പറയുന്നത്. ഇത് ഇനിയിപ്പം കുറച്ചും പാടെ ഹെവി ആയിട്ട് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. കുറച്ചും പാടെ സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഹെവി ആയിട്ട് നടത്തുക. അവിടെ കുറച്ച് ഇതിവിടെ എനിക്ക് വന്നിടത്തോളം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല സാധനങ്ങളാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളത് റീസൈക്കിൾ ചെയ്യണം. അതായത് അങ്ങനെയല്ല, ഡ്രസ്സൊക്കെ കഴുകണം കൊണ്ടുപോയിട്ട്. അതെ. പക്ഷെ എന്താ വെച്ചാൽ മൊത്തത്തില് സാധനങ്ങള് എല്ലാ സാധനങ്ങളും ഉണ്ട്. A to Z ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ എന്താ എല്ലാം യൂസ്ഡ് ആണ്. പിന്നെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. എല്ലാം യൂസ്ഡ് സാധനങ്ങൾ. പക്ഷെ വേറെ കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ആണേ കൂടിയിട്ട് അതിനനുസരിച്ചുള്ള പൈസയേ ഉള്ളൂ. അതായത് £1.5 പൗണ്ട്. അതായത് ഞാൻ നേരത്തെ കാണിച്ചത് ഒരു കാർ, അതെ ഈ കാർ ഞാൻ ഇപ്പോൾ മേടിച്ചത് 2 പൗണ്ടിനാണ്. കുറച്ച് മുന്നേ ഞാൻ ഇങ്ങനെ തന്നെ വേറെ 2 കാറ് ഓർഡർ ചെയ്ത് മേടിച്ചത് 7 പൗണ്ട് വെച്ചിട്ടാണ്. 7 പൗണ്ട് ഈച്ച് അങ്ങനത്തെ എന്തോ ഒരു കണക്കിലാണ് 2 ഇതും കാറും മേടിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയാം. ഇതിനകത്ത് മൊത്തം പൊടിയാ ഇതിന്റെ അകത്തൊക്കെ. ഡിസ്പ്ലേക്ക് വെക്കാനല്ലേ. പക്ഷെ ഞാൻ പറയാണ് ഇതിന്റെ പൊടിയാണ്. പിന്നെ എല്ലാം സെക്കൻഡ് പോലെ തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. സെക്കൻഡ് പോലെയല്ല, സെക്കൻഡ് ആണ്. ഫ്രഷ് ഉണ്ട് കേട്ടോ, അതിന്റെ ഇടയിൽ പൊട്ടിക്കാതെ ഫ്രഷ് ഉണ്ട്. അതിനൊക്കെ ഒരു 5 പൗണ്ട് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഗാർഡന്റെ ഐറ്റംസ് ഒക്കെ പൊട്ടിക്കാത്തതൊക്കെ കാണും. ഗാർഡന്റെതൊക്കെ നല്ല ഫ്രഷ് സാധനം ഇവിടെ കിട്ടാൻ. അതുപോലെ തുരുമ്പ് പിടിച്ചത് ടൂൾസ്, പഴയ ടൂൾസ്. പിടിച്ച അതായത് എനിക്ക് തോന്നുന്നു ഒന്നാമത് റീസെയിലാണ്. അതുകൊണ്ട് പിന്നെ അതിനനുസരിച്ച് ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു 10 പൗണ്ട് കൊടുത്ത് വാങ്ങുന്ന സ്പാൻഡർ ഇവിടെ വീഴുന്നു കഴിഞ്ഞാല് ഒരു പൗണ്ട് 2 പൗണ്ടിനൊക്കെ കിട്ടും. അത് മാത്രല്ല അത് ഒന്ന് ഓയിൽ ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കണം എന്നുള്ള പണിയേ ഉള്ളൂ. പക്ഷെ അതേ സ്ഥാനത്ത് ഫ്രഷ് സാധനത്തിനാണ് വെച്ചാല് പൈസയും കൂടും, അതിനനുസരിച്ചുള്ള തിളക്കാനുണ്ടാവും. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങനല്ല, നമ്മള് ആൾക്കാർ മേടിക്കുന്നത് കുറവാ. ഒന്നാമത് ഇവിടെ ആൾക്കാർ കുറവാണ്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഏഷ്യൻസ് കുറവാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ അവരും എല്ലാം പിള്ളേർക്ക് ടോയ്സ് മേടിക്കുന്നുണ്ട്, ഇതുപോലെ കാർ മേടിക്കുന്നുണ്ട്, ഡ്രസ്സ് മേടിക്കുന്നുണ്ട്. എനിക്കൊന്ന് മാക്സിമം യൂസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ സംഭവം എങ്ങനെയാന്നുള്ള കണ്ട് ഇനിയിപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.